തിരുവോണ ദിനമായ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂർ ആസ്പദമാക്കി പൂക്കളമിട്ടവർക്കെതിരെ കേസെടുത്ത് പോലീസ്. പ്രതിപട്ടികയിൽ സൈനികരുമുണ്ട്. പൂർവ്വ സൈനികനായ ശരത് ഒന്നാം പ്രതിയും നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്ന അശോകൻ രണ്ടാം പ്രതിയുമായാണ് കേസെടുത്തത്. കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പൂക്കളത്തിൽ കാവിക്കൊടിയും ശിവജിയുടെ ഫ്ലക്സ് ബോർഡും വെച്ചത് കലാപം സൃഷ്ടിക്കാനാണെന്നാണ് FIRൽ പറയുന്നത്. ശാസ്താംകോട്ട പോലീസാണ് പ്രദേശവാസികൾക്കെതിരെ കേസെടുത്തത്. സംഭവത്തിൽ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്തുണ്ട്. CPM കോൺഗ്രസ് നേതാക്കളാണ് ക്ഷേത്ര കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, ഒരു പൂക്കളമിടുന്നു, അതാകട്ടെ നമ്മുടെ അഭിമാന സ്തംഭമായ ഓപ്പറേഷൻ സിന്ദൂർ, അതിൻ്റെ സത്ത ഉൾക്കൊണ്ട് ആ വിഷയം ആസ്പദമാക്കിക്കൊണ്ടാണ്. അതിനെതിരെ ഇങ്ങനെ കേസൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങിയാൽ എങ്ങനെയാണ്? ഇത് ശരിക്കും സൈനികരെ അധിക്ഷേപിക്കലല്ലേ? തീർച്ചയായും സൈനികരടങ്ങുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ അത്തപ്പൂക്കളം ഒരുക്കിയത്. അതായത് രാജ്യത്തിൻ്റെ അഭിമാനകരമായ ശത്രുരാജ്യത്തിന് തക്കതായ തിരിച്ചടി നൽകിയിട്ടുള്ള ആ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ നാമം ആലേഖനം ചെയ്തുകൊണ്ടുള്ള ഒരു പൂക്കളം. എന്നാൽ അതിനെ ശാസ്താംകോട്ട പോലീസ് എത്തി പൂക്കളം മാറ്റണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ക്ഷേത്ര കമ്മിറ്റിയിലുള്ള CPM കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ തന്നെ പരാതിയിന്മേലാണ് നടപടി ഉണ്ടായിട്ടുള്ളത്. കേസെടുത്തിരിക്കുന്നത് സൈനികരെ ഉൾപ്പെടുത്തിയാണ്. അതായത് പൂർവ്വ സൈനികനായിട്ടുള്ള ശരത്തിനെ ഒന്നാം പ്രതിയാക്കിയും നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്ന അശോകനെ രണ്ടാം പ്രതിയാക്കിയും അതോടൊപ്പം തന്നെ അവിടെയുള്ള വിശ്വാസികളായിട്ടുള്ള 25ഓളം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഏത് തരത്തിലാണ് ഇങ്ങനെയൊരു കേസെടുക്കുവാനുണ്ടായ സാഹചര്യമെന്ന് പരിശോധിക്കുമ്പോൾ ഇതിൽ ക്ഷേത്ര കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന ഈ ഇടതുപക്ഷ അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കൾ തന്നെയാണ് ഇതിനു പിന്നിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. രാഷ്ട്രീയ സ്വാധീനത്തിലാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തന്നെ ആ പൂക്കളം ഒരു രാത്രിയോളം കഷ്ടപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന യുവാക്കളൊക്കെ ചേർന്ന് ആ പൂക്കളം ഒരുക്കുന്നു. അതിൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ ആലേഖനം ചെയ്യുന്നു. അതിൽ FIRൽ പറഞ്ഞിരിക്കുന്നത് ഈ പൂക്കളത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭഗവ പതാകയെക്കുറിച്ചാണ്. ഈ ഭഗവ പതാക എന്ന് പറയുമ്പോൾ പാർത്ഥസാരഥി ക്ഷേത്രമാണ്. ശ്രീകൃഷ്ണന്റെ ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആ രഥത്തിന് മുകളിൽ പാറിപ്പറക്കുന്ന കാവ്യ പതാകയാണ് ആ പൂക്കളത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അതിനെ രാഷ്ട്രീയവത്കരിക്കുവാൻ വേണ്ടി ഒരു ശ്രമമുണ്ടായി. അതിന് പിന്നാലെ തന്നെ സമീപത്തുണ്ടായിരുന്ന ശിവജിയുടെ ചിത്രവും ഇതൊക്കെ ചേർത്തുകൊണ്ടാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു കലാപാഹ്വാനമാണ് എന്നുള്ള രീതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൈനികരാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പൂക്കളമിടുവാൻ വേണ്ടി നേതൃത്വം നൽകിയത്. എന്നാൽ അവർക്കെതിരെ തന്നെ നമ്മുടെ രാജ്യത്തിനുള്ളിൽ അതും ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു പൂക്കളമിട്ടു എന്നുള്ളത് വെച്ച് കേസെടുത്തിരിക്കുന്നു എന്നുള്ളത് വിചിത്രമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഉയർന്നു വരുന്നത്. കാരണം ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന് മുന്നിൽ അവിടെയുള്ള വിശ്വാസികളായിട്ടുള്ള യുവാക്കൾ ചേർന്ന് ഒരു പൂക്കളം ഒരുക്കിയതിൽ ആർക്കാണ് ഇത്ര പ്രകോപനം എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാവിലെയാണ് ശാസ്താംകോട്ട പോലീസ് അവിടെ ജീപ്പുമായി എത്തുന്നത്. അതായത് രാത്രിയോളം ഈ പൂക്കളമൊക്കെ ഒരുക്കി വീട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച പോലീസ് എത്തി നിൽക്കുന്നതാണ്. പോലീസ് നിന്നുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പൂക്കളം ഇവിടെ നിന്നും മാറ്റണം, ഇങ്ങനെ പൂക്കളം ഇടാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ് അവിടെ പറഞ്ഞത്. എന്നാൽ എന്താണ് അതിനുള്ള കാരണമെന്ന് അവിടെയുള്ള യുവാക്കളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഈ പൂക്കളം ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ കേസെടുത്തുകൊള്ളൂ എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു അവിടെയുള്ള യുവാക്കളും. ഒരിക്കലും ആ പൂക്കളം മാറ്റാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള കാര്യം തന്നെയാണ് അവരൊക്കെയും അറിയിച്ചത്. പിന്നാലെയാണ് പോലീസിന്റെ ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും FIRൽ ഇത്രയധികം പ്രതികളെ ഉൾപ്പെടുത്തി, അതും പുറത്തു നിന്നുള്ളവരല്ല, അവിടെയുള്ള പ്രദേശവാസികൾ തന്നെയാണ്. അവർക്കെതിരെയാണ് പോലീസ് ഇങ്ങനെ കേസെടുത്തിരിക്കുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഓരോ ക്ഷേത്രങ്ങളും ഇന്ന് നമുക്കറിയാം, കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഒരു കടന്നുകയറ്റം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ തന്നെയാണ് ഈ മുതുവിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലും ആ കമ്മിറ്റിയിലൊക്കെ കടന്നുകൂടിക്കൊണ്ട് അവിടെയുള്ള വിശ്വാസികൾക്കെതിരെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാംസ്കാരികപരമായിട്ടുള്ള പൈതൃകപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെയും ഒക്കെ തിരിയുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് പോലീസും കൂടെ അതിനെ കൂട്ടുനിൽക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഈ നടപടിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വിവിധ ഹൈന്ദവ സംഘടനകൾ